ഹലോ, എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നത് നിങ്ങളോട് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന്, അതായത് 4000 മണിക്കൂർ എങ്ങനെ പെട്ടെന്ന് ലഭിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. 4000 മണിക്കൂർ ലഭിക്കാൻ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. ചിലവർക്ക് ഈസി ആയിട്ട് അത് ചിലപ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ ലഭിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു ടാർഗറ്റ് എന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ ചിലവർക്കിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ആ വീഡിയോ തന്നെ 4000 മണിക്കൂർ ലഭിക്കുന്നവരുണ്ട്. അതായത് ഒരു ലോങ് വീഡിയോ ആയിരിക്കും. ലോങ് വീഡിയോ ചെയ്യുമ്പോൾ അതിൽ എത്ര ആളുകൾ അതിൽ കയറുന്നുണ്ടോ, അവരെന്തോരു സമയം ആ വീഡിയോയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ആ ടൈമിങ്ങിലാണ് നമുക്ക് മണിക്കൂർ കയറുന്നത്. കാരണം ഒരു ലോങ് വീഡിയോ ആയിരിക്കുമ്പോൾ, ഒരു 10-15 മിനിറ്റ് ഉള്ള ലോങ് വീഡിയോ ആകുമ്പോൾ അത് നമ്മളിടുമ്പോൾ ഓരോരുത്തരും പല സമയത്തായിരിക്കും കയറുന്നത്. ചിലവർ ആ വീഡിയോ തീരുന്ന വരെ നിൽക്കും, ചിലവർ കയറുമ്പോൾ തന്നെ ഇറങ്ങിപ്പോണവരുണ്ട്, ചിലരിങ്ങനെ ഓടിച്ചിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തരും പല സമയത്തായിരിക്കും അതിലുണ്ടാവുന്നത്. കുറച്ച് സമയമായിരിക്കും അതിലുണ്ടാവുന്നത്. ചിലവർ 5 മിനിറ്റ് ഇരിക്കാം. ഇപ്പോൾ ഒരു 1/4 മണിക്കൂറിൻ്റെ വീഡിയോയൊക്കെയാണ് ചിലർ 5 മിനിറ്റ് ഇരിക്കാം, ചിലർ 1 മിനിറ്റൊക്കെ ഇരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വാച്ച് അവർ കുറവായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ആ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ നമുക്ക് നല്ല വാച്ച് അവർ ലഭിക്കും. അതുകൊണ്ട് ആ ഒരു ഒറ്റ വീഡിയോ തന്നെ ഒരു 50,000 പേരൊക്കെ ആ ഒരു വീഡിയോ കാണുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ വാച്ച് അവർ ലഭിക്കുന്നതായിരിക്കും. അതായത് ഈ 4000 മണിക്കൂർ നമുക്ക് പെട്ടെന്ന് ആവാൻ സാധിക്കും ഒറ്റ വീഡിയോ തന്നെ. ചിലവർ എന്തോരം വീഡിയോ ഇട്ടാലും റീച്ച് ആവത്തില്ല, ആളുകൾ കാണത്തില്ല, അങ്ങനെയൊക്കെ വരും. പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ലഭിക്കാൻ ഏറ്റവും നല്ലത് ഷോർട്സ് തന്നെയാണ്. ഷോർട്സ് നമ്മൾ ഇട്ടാൽ മാത്രമാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ലഭിക്കുള്ളൂ. ഡെയിലി ഓരോ ഷോർട്സ് വീതം എന്തായാലും നിങ്ങൾ ഇടണം. അത് ഇടുന്നത് കറക്റ്റ് ടൈമിങ്ങിലായിരിക്കും. നമ്മൾ തോന്നുന്ന സമയത്ത് ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ ഇന്നിടുന്ന സമയത്ത് തന്നെയായിരിക്കണം എല്ലാ ദിവസവും ഷോർട്സ് ഇടുന്നത്. അങ്ങനെ ഇടുമ്പോഴാണ് നമ്മുടെ ഫോളോവേഴ്സ് അത് കാണാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വാച്ച് അവർ ലഭിക്കാൻ ഏറ്റവും നല്ല എളുപ്പ വഴി എന്ന് പറയുന്നത് ലൈവ് ചെയ്യുകയാണ്. ലൈവ് ചെയ്യുന്നതിലൂടെ നമുക്കിഷ്ടം പോലെ വാച്ച് അവർ ലഭിക്കും. ആ ലൈവിൽ എത്ര പേർ കയറുന്നുണ്ടോ, അവർ എന്തോരു സമയം അതിലിരിക്കുന്നുണ്ടോ, അതനുസരിച്ച് നമുക്ക് വാച്ച് അവർ കയറും. അപ്പോൾ നമുക്ക് വാച്ച് അവർ കയറാൻ ഏറ്റവും നല്ല ഒരിത് ലൈവ് ചെയ്യുക എന്നുള്ളതാണ്. ലൈവിലൂടെ മാത്രമാണ് നമുക്ക് വാച്ച് അവർ ലഭിക്കുകയുള്ളൂ. എനിക്കും വാച്ച് അവർ ലഭിക്കാൻ ഇത് ലൈവിലൂടെ തന്നെയാണ്. കാരണം എനിക്ക് ആദ്യം തന്നെ 4000 വാച്ച് അവർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയുള്ളൊരു സംഗതിയായിരുന്നു. എല്ലാവർക്കും തന്നെ അങ്ങനെയായിരിക്കും, ഞാൻ എങ്ങനെ 4000 വാച്ച് അവർ തയ്ക്കും എന്നുള്ളൊരു ഒരു പുതിയ യൂട്യൂബേഴ്സ് പുതിയതായിട്ട് കയറുന്നവർക്ക്, അതായത് യൂട്യൂബിലേക്ക് പുതിയ ആളുകൾ കയറുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത് 4000 വാച്ച് അവർ എങ്ങനെ തയ്ക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ലൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എളുപ്പം സാധിക്കുമെന്നുള്ളതാണ്. ഞാനും അങ്ങനെ തന്നെ പരിശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അറിവ് ഞാൻ മറ്റുള്ളവരിലേക്കും പകർന്നു നൽകുന്നതാണ്. എല്ലാവരും ലൈവ്, അതായത് സ്ക്രീൻ കാസ്റ്റ് എന്നൊരു പരിപാടിയുണ്ട് ലൈവിൽ. സ്ക്രീൻ കാസ്റ്റിലൂടെ നമുക്ക് പെട്ടെന്ന് വാച്ച് അവർ ലഭിക്കും. പല ആളുകളും വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് സ്ക്രീൻ കാസ്റ്റിലൂടെ വാച്ച് അവർ ലഭിക്കുമെന്ന്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലൈവ് തന്നെയാണ്, ലൈവ് പ്രോഗ്രാം തന്നെയാണ് സ്ക്രീൻ കാസ്റ്റ്. അതിലൂടെ നമുക്ക് എളുപ്പം വാച്ച് അവർ ലഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാം. ഓക്കേ.